ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങി ചേലക്കര നിയമസഭാ മണ്ഡലം. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി മുന്നണികളിൽ ചർച്ച സജീവം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പരാജയം സംബന്ധിച്ച് കെപിസിസി ഉപസമിതിയുടെ റിപ്പോർട്ട് നാളെ ചേരുന്ന കെപിസിസി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചർച്ച ചെയ്തേക്കും. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ കീർത്തിയെ സ്ഥലം മാറ്റി. പുതിയ ഡയറക്ടറായി സുനിൽ കുമാറിനെ നിയമിച്ചു. മൃഗശാലയിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയ പക്ഷികൾ കൂട്ടത്തോടെ ചത്തത് വിവാദമായിരുന്നു. ജമ്മു കാശ്മീർ പരാമർശ വിഷയത്തിൽ അരുന്ധതി റോയ്ക്കെതിരെ UAPA ചുമത്തിയ കേന്ദ്ര നിയമ നടപടി ആധാരരഹിതമാണെന്ന് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. എഴുത്തും വായനയും ഒരുപോലെ വെല്ലുവിളിയും പ്രതിസന്ധിയും നേരിടുന്ന കാലഘട്ടമാണിതെന്നും സച്ചിദാനന്ദൻ. കൊടകര ചിറക്കഴ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. 80 വർഷത്തിലേറെ പഴക്കമുള്ള പാലം ദുർബലാവസ്ഥയിലായിട്ടും പുനർനിർമ്മാണ നടപടികൾ വൈകുന്നു. വാണിയമ്പാറ പെരുന്തുമ്പയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാന ഇറങ്ങാതിരിക്കാൻ സ്ഥാപിച്ച ഫെൻസിംഗ് ഫലപ്രദമല്ലെന്ന് പ്രദേശവാസികൾ. പാലപ്പള്ളി മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. 2 സ്ഥലത്തായി 12 ആനകളാണ് ഇറങ്ങിയത്. വാർത്തകൾ വിശദമായി. ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങി ചേലക്കര നിയമസഭാ മണ്ഡലം. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ചർച്ച സജീവം. കെ രാധാകൃഷ്ണൻ ആലത്തൂർ MP-യായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. പട്ടികജാതി സംവരണ മണ്ഡലമായ ചേലക്കരയിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് മുന്നണികളിൽ ചർച്ച പുരോഗമിക്കുകയാണ്. ആലത്തൂരിൽ പരാജയപ്പെട്ട രമ്യ ഹരിദാസിന്റെ പേരാണ് UDF-ൽ പ്രഥമ പരിഗണനയിലുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചേലക്കര മണ്ഡലത്തിൽ രാധാകൃഷ്ണൻ നേടിയത് 5173 വോട്ടിന്റെ ലീഡാണ്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടാമെന്നാണ് UDF കരുതുന്നത്. ഹൈക്കമാൻഡിന്റെ പിന്തുണയും രമ്യയ്ക്കുണ്ട്. നേരത്തെ ചേലക്കര MLA-യും ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ചെയർമാനുമായ UR പ്രദീപിനെ LDF പരിഗണിച്ചേക്കും. CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ PK ബിജുവിന്റെ പേരും ഉയരുന്നുണ്ട്. ഇടത് സ്ഥാനാർത്ഥി ജയിച്ചാൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. NDA-യും സ്ഥാനാർത്ഥിക്കായി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. TCV ചേലക്കര. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പരാജയം സംബന്ധിച്ച് KPCC ഉപസമിതിയുടെ തെളിവെടുപ്പ് റിപ്പോർട്ട് നാളെ ചേരുന്ന KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്തേക്കും. മുൻ DCC പ്രസിഡന്റ്, KPCC ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ എന്നിവരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉപസമിതി തെളിവെടുത്തിരുന്നു. മുൻ മന്ത്രി KC ജോസഫ്, T സിദ്ദിഖ്, R ചന്ദ്രശേഖരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉപസമിതി അംഗങ്ങളാണ് തെളിവെടുപ്പ് നടത്തിയത്. തൃശൂരിലെ പരാജയം ഉൾക്കൊള്ളാനാവാത്തതാണെന്ന് ഉപസമിതി അധ്യക്ഷൻ KC ജോസഫ് പ്രതികരിച്ചിരുന്നു. ഉപസമിതി റിപ്പോർട്ടിനെ തുടർന്നായിരിക്കും തുടർ നടപടിയുണ്ടാവുക. അതേസമയം ചേലക്കര നിയമസഭാ മണ്ഡലത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ കടുത്ത നടപടികളിലേക്ക് നേതൃത്വം പോകില്ലെന്നാണ് സൂചന. ചേലക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് KPCC ഉപസമിതി നേതാക്കളുമായി ജില്ലയിലെ ചില നേതാക്കൾ ചർച്ച നടത്തിയതായും സൂചനയുണ്ട്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ കീർത്തിയെ സ്ഥലം മാറ്റി. സുനിൽ കുമാർ പുതിയ ഡയറക്ടർ. സുവോളജിക്കൽ പാർക്കിലെ നിലവിലെ നിർമ്മാണ പ്രവർത്തികൾ വിദഗ്ധ സമിതി പരിശോധിക്കണമെന്ന ആവശ്യം ശക്തം. തൃശൂർ മൃഗശാലയിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയ പക്ഷികൾ കൂട്ടത്തോടെ ചത്തത് വിവാദമായിരുന്നു. സംഭവം നടന്ന 1.5 മാസം പിന്നിടുന്നതിനിടെയാണ് ഡയറക്ടറെ സ്ഥലം മാറ്റിയത്. കോഴിക്കോട് സോഷ്യൽ ഫോറസ്റ്റ് കൺസർവേറ്ററായാണ് കീർത്തിയുടെ സ്ഥലം മാറ്റം. എന്നാൽ സ്ഥലം മാറ്റം ശിക്ഷാ നടപടികളുടെ ഭാഗമല്ലെന്നും 2 വർഷത്തെ സേവനം പൂർത്തിയായതിനെ തുടർന്നാണെന്നാണ് അധികൃതരുടെ വിശദീകരണം. കഴിഞ്ഞ ഏപ്രിലാണ് തൃശൂർ മൃഗശാലയിൽ നിന്നും സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയ ഗർഭിണിയായ പന്നിമാനടക്കം 5 ജീവികൾ ചത്തത്. ഇതേ തുടർന്ന് തൃശൂർ മൃഗശാലയിൽ നിന്നും പക്ഷിമൃഗാദികളെ മാറ്റുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. 43 ജീവികളെയാണ് പുത്തൂരിലെത്തിച്ചിരുന്നത്. സുവോളജിക്കൽ പാർക്കിൽ സ്ഥിരമായി വെറ്ററിനറി ഡോക്ടർമാരെ നിയമിക്കുന്നതിനായി ഉദ്യോഗാർത്ഥികളുടെ ഇന്റർവ്യൂ നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 2-നാണ് തൃശൂർ മൃഗശാലയിൽ നിന്ന് മയിലുകളെ സുവോളജിക്കൽ പാർക്കിലെത്തിച്ച് പക്ഷിമൃഗാദികളുടെ മാറ്റം ഉദ്ഘാടനം ചെയ്തത്. 4 കടുവകളും പുലിക്കുട്ടിയും 1 മാനും 35 പക്ഷികളുമാണ് സുവോളജിക്കൽ പാർക്കിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. തൃശൂർ മൃഗശാലയിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റും മുൻപ് നിലവിലെ പ്രവൃത്തികൾ വിദഗ്ധ സമിതിയെക്കൊണ്ട് പരിശോധിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഇവിടെ ഒരുക്കിയിട്ടുള്ള ആവാസ വ്യവസ്ഥ പക്ഷിമൃഗാദികൾക്ക് അനുകൂലമാണോ എന്ന് പരിശോധിക്കുകയും ചൂട് കുറയ്ക്കാൻ കൂടുതൽ തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സുവോളജിക്കൽ പാർക്കിലെ 90% പണികൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. TCV തൃശൂർ. ജമ്മു കാശ്മീർ പരാമർശ വിഷയത്തിൽ മുൻ ബുക്കർ പ്രൈസ് ജേതാവും എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ അരുന്ധതി റോയ്ക്കെതിരെ UAPA ചുമത്തിയ കേന്ദ്ര നിയമ നടപടി ആധാരരഹിതമാണെന്ന് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റും കവിയുമായ K സച്ചിദാനന്ദൻ പറഞ്ഞു. ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച വായന പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
എഴുത്തിനും എഴുത്തുകാർക്കെതിരെയും ഉണ്ടാകുന്ന ആദ്യത്തെ സംഭവമല്ല അരുന്ധതിക്കെതിരായ നടപടി. എഴുത്തുകാരെ കൊല്ലുകയും തുറങ്കിലടയ്ക്കുകയും ചെയ്യപ്പെടുന്ന കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സ്വതന്ത്രമായ വായനയെപ്പോലും ഭരണകൂടങ്ങൾ ഭയപ്പെടുന്നു എന്നതിന് ഉദാഹരണമാണ് ഇത്തരം സംഭവങ്ങൾ. 4 പ്രമുഖരായ എഴുത്തുകാരുടെയും പത്രപ്രവർത്തകരുടെയും കൊലപാതകം. MM കാൽബുർഗി ഉൾപ്പെടെ പൻസാരയും ധാബോൽക്കറും പത്രപ്രവർത്തകയായ ഗൗരി ലങ്കേഷും ഉൾപ്പെടെയുള്ളവർ വധിക്കപ്പെട്ടത് നാം ഇന്നും വിസ്മരിച്ചിട്ടില്ല. തുടർന്ന് ജെയിംസ് ലെയ്നിനെ പോലുള്ള ചരിത്രകാരന്മാർക്കെതിരായി, റൊമില താപ്പറെ പോലുള്ള ചരിത്രകാരന്മാർക്കെതിരായി ഒട്ടനവധി ചരിത്രകാരന്മാർക്കും ലേഖകർക്കും ചിന്തകർക്കും എഴുത്തുകാർക്കും സിനിമാ പ്രവർത്തകർക്കും നാടക പ്രവർത്തകർക്കും എല്ലാം എതിരായി ഉണ്ടായ നടപടികളെക്കുറിച്ചും നമുക്ക് വളരെ നന്നായി അറിയാം. ഭരണകൂടങ്ങൾ പോലും സ്വതന്ത്രമായ വാക്കിനെ, സ്വച്ഛന്തമായ വിചാരത്തെ ഭയപ്പെടുന്നു എന്ന് തെളിയിക്കുന്ന ചില സംഭവങ്ങളാണ്. അസഹിഷ്ണുതയിലൂടെയാണ് മതമൗലിക വർഗീയവാദങ്ങൾ തുടങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എഴുത്തും വായനയും ഒരുപോലെ വെല്ലുവിളിയും പ്രതിസന്ധിയും നേരിടുന്ന കാലഘട്ടമാണിത്. വിവരം, വിജ്ഞാനവും വിവേകവുമായി മാറുമ്പോഴാണ് വായനയ്ക്ക് യഥാർത്ഥ ഫലമുണ്ടാകുന്നത്. സംസ്കാരം കൂടുതൽ വ്യവസായമായി മാറുന്ന ഇക്കാലത്ത് സാമൂഹിക വളർച്ചയ്ക്കുള്ള ഊർജ്ജ കേന്ദ്രങ്ങളായി വായനശാലകളെ മാറ്റുവാൻ ഗ്രന്ഥശാലാ പ്രവർത്തകർ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, അസിസ്റ്റന്റ് കളക്ടർ അമിത്, സാഹിത്യ അക്കാദമി സെക്രട്ടറി പ്രൊഫസർ CP അബൂബക്കർ, DDE AK അജിതകുമാരി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ N സതീഷ് കുമാർ, PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി KG ബാബുരാജ്, ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം P തങ്കം തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. കൊടകര ചിറക്കഴ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. 80 വർഷത്തിലേറെ പഴക്കമുള്ള പാലം ദുർബലാവസ്ഥയിലായിട്ട് നാളേറെയായെങ്കിലും പുനർനിർമ്മാണത്തിനുള്ള നടപടി വൈകുകയാണ്. ദേശീയപാതയിലെ പേരാമ്പ്രയെയും കനകമലയെയും ബന്ധിപ്പിക്കുന്ന റോഡിലാണ് ചിറക്കഴ പാലമുള്ളത്. കനകമലയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾ ദേശീയപാതയിലെ പേരാമ്പ്രയിലേക്ക് എത്തുന്നത് ഈ പാലത്തിലൂടെയാണ്. ഇരിങ്ങാലക്കുട രൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ കനകമലയിലേക്ക് തെക്കൻ ജില്ലകളിൽ നിന്നുള്ള തീർത്ഥാടകർ എത്തുന്നതും ഇതുവഴിയാണ്. കനകമല പ്രദേശത്തെ മഠത്തിപ്പാടം, ചിറപ്പാടം എന്നിവയെ വേർതിരിക്കുന്ന ബണ്ടാണ് ഇവിടെ പിന്നീട് റോഡായി മാറിയത്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി 1940കളിലാണ് ചിറക്കഴയിൽ പാലം നിർമ്മിച്ചത്. വർഷങ്ങളായി കൈവരി തകർന്ന പാലത്തിന്റെ പ്രധാന കോൺക്രീറ്റ് സ്ലാബും ഇപ്പോൾ ദുർബലമായിട്ടുണ്ട്. സ്ലാബിന്റെ അടിഭാഗത്തു നിന്ന് കോൺക്രീറ്റ് അടർന്ന് തുരുമ്പിച്ച കമ്പികൾ പുറത്തായി നിൽക്കുകയാണ്. സ്ലാബുകളെ താങ്ങി നിർത്തുന്ന കരിങ്കൽ കെട്ടും ദുർബലമായ നിലയിലാണ്. പാലത്തിനോട് ചേർന്ന് നിർമ്മിച്ച ചീർപ്പിൽ മരപ്പലകകളിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയാണ് ആദ്യകാലത്ത് കൃഷിക്ക് ഉപയോഗിച്ചിരുന്നത്. നെൽകൃഷി കുറഞ്ഞതോടെ ഇവിടത്തെ ചീർപ്പ് ഉപയോഗിക്കാതായി. പാലത്തിൽ കൈവരികളില്ലാത്തത് സൈക്കിളിൽ പോകുന്ന വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്ക് അപകട ഭീഷണിയാണ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചിറക്കഴ പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കൊടകര. വാണിയമ്പാറ പെരുന്തുമ്പ പ്രദേശത്ത് കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ചിറമ്പാട്ട് ചാക്കോ, കൊട്ടാരത്തിൽ വീട്ടിൽ മാത്യു എന്നിവരുടെ പറമ്പിലെ കൃഷിയാണ് നശിപ്പിച്ചത്. ചിറമ്പാട്ട് ചാക്കോയുടെ പറമ്പിലെ 6 പ്ലാവുകളും 2 റബ്ബറുകളും കാട്ടാന കുത്തിമറിച്ചിട്ടു. കാട്ടാന ഇറങ്ങാതിരിക്കാൻ പ്രദേശത്ത് വനം വകുപ്പ് ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇത് ഫലപ്രദമല്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കഴിഞ്ഞ ഏതാനും ദിവസമായി ജനവാസ മേഖലകളിൽ കാട്ടാന ഇറങ്ങുന്നതുമൂലം ജനങ്ങൾ ഭീതിയിലാണ്. കുറേ പ്ലാവുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം നിന്ന റബ്ബറൊക്കെ നശിപ്പിച്ചിരിക്കുക. കുരുമുളകൊക്കെ ഉള്ളൊരു പറമ്പാണ്. അപ്പോൾ ഇവിടുത്തെ ആളുകൾ വീണ്ടും ഒരു ഭയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം കുറച്ച് കാലമായിട്ട് ഈ ശല്യങ്ങൾ ഉണ്ടായിരുന്നില്ല ആനയുടെ. എന്നാൽ വീണ്ടും പെട്ടെന്ന് കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലായിട്ട് ആന ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയൊരു ദുരിതത്തിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരുടെ കൃഷി നശിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, വീടിൻ്റെ തൊട്ടടുത്ത് വന്ന് പാത്രങ്ങളൊക്കെ തട്ടിയിടുന്ന സ്ഥിതി വരെ എത്തിയിരിക്കുകയാണ്. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ദുരിതങ്ങളെക്കുറിച്ച് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പാലപ്പിള്ളി മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. 2 സ്ഥലത്തായി 12 ആനകളാണ് ഇറങ്ങിയത്. കുണ്ടായി ചൊക്കന റോഡിന്റെ വശങ്ങളിലെ തോട്ടങ്ങളിലും പാലപ്പിള്ളി പിള്ളത്തോട് ഭാഗത്തുമാണ് ആനകൾ ഇറങ്ങിയത്. 2 ഇടങ്ങളിലും 6 ആനകൾ വീതമാണ് ഇറങ്ങിയത്. ചൊക്കന ഭാഗത്തിറങ്ങിയ ആനക്കൂട്ടം റോഡിലേക്ക് കയറിയത് യാത്രക്കാരെ ആശങ്കയിലാക്കി. വളവുള്ള ഭാഗത്ത് നിൽക്കുന്ന ആനകൾ റോഡ് മുറിച്ചു കടക്കുന്നത് യാത്രക്കാർക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. നേരത്തെ കാട്ടാനകൾ വാഹന യാത്രക്കാരെ ആക്രമിച്ചിരുന്നു.
പിള്ളത്തോട് പാലത്തിന് സമീപം കഴിഞ്ഞ രാത്രിയിൽ ഇറങ്ങിയ ആനകൾ തോട്ടത്തിന്റെ മതിൽ തകർത്ത ശേഷം ബുധനാഴ്ച പുലർച്ചെയാണ് മടങ്ങിയത്. ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനകൾ കൂട്ടമായി എത്തുന്നതോടെ തോട്ടം തൊഴിലാളികളും നാട്ടുകാരും ഭീതിയിലാണ്. അതിരപ്പള്ളിയിലെ എണ്ണപ്പന തോട്ടത്തിൽ നിന്നും മോതിരക്കണ്ണിയിലെ പൈനാപ്പിൾ തോട്ടത്തിൽ ആനകൾ എത്തുന്നതിന്റെ ഭീതിയിൽ പ്രദേശവാസികൾ. തുടർച്ചയായി ആന ഇറങ്ങുന്നത് നാട്ടുകാരെ ഭയപ്പാടിലാക്കിയിരിക്കുകയാണ്. ഇതുമൂലം മലയോര കർഷകർക്ക് ജീവിതം വഴിമുട്ടുന്ന സ്ഥിതിയാണ്. മോതിരക്കണ്ണിയിൽ ഈയിടെയുണ്ടായ കാട്ടാനശല്യത്തിന്റെ യഥാർത്ഥ കാരണം പ്രദേശത്തെ പൈനാപ്പിൾ തോട്ടമാണ്. അമ്മമഠത്തിന് സമീപത്തെ 5 ഏക്കർ വരുന്ന പൈനാപ്പിൾ തോട്ടം വിളവെടുപ്പിന് കാലമായതാണ്. 2 മാസം മുപ്പെത്തിയ കൈതച്ചക്കകൾ തിന്നാനാണ് ആനകൾ കൂട്ടത്തോടെ എത്തുന്നത്. രാത്രിയിൽ ഇവിടെ തമ്പടിക്കുന്ന കാട്ടാനകളെ ഏറെ ശ്രമിച്ച് ആളുകൾ തുരത്തിയാലും മറ്റ് കൃഷിയിടത്തിലേക്കാണ് ഇവ പോകുക. ഇതോടെ വാഴകളും തെങ്ങും കവുങ്ങുമെല്ലാം ഒടിച്ചു നശിപ്പിക്കും. വെറ്റിലപ്പാറ പ്രദേശത്തു നിന്നുമെത്തുന്ന ആനകളാണ് ഇതെന്ന് നാട്ടുകാർ പറയുന്നു. 2 വർഷം മുമ്പ് ചിക്ലായി ഭാഗത്ത് പൈനാപ്പിൾ കൃഷി നടന്നപ്പോൾ ആനകളുടെ ശല്യമുണ്ടായിരുന്നു. വെട്ടിക്കുഴിയിലെ കൈതച്ചക്ക കൃഷിയിടത്തിൽ 2 ഡസൻ ആനകളാണ് തമ്പടിച്ചിരിക്കുന്നത്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയവർ തമ്മിൽ സംഘർഷം. ചെറുതുരുത്തി പാലത്തിന് സമീപമുള്ള കിസ്മിസ് റെസ്റ്റോ ഹോട്ടലിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയാണ് സംഘർഷമുണ്ടായത്. ഭക്ഷണം കഴിക്കാൻ മദ്യലഹരിയിൽ വന്ന യുവാക്കൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മറ്റുള്ളവരുമായി തർക്കമുണ്ടാക്കുകയായിരുന്നുവെന്നും പറയുന്നു. യുവാക്കൾ ശബ്ദം വെച്ചത് ചോദ്യം ചെയ്തതാണ് തർക്കത്തിന് കാരണമായതെന്നാണ് സൂചന. സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. കടയിലിരുന്ന പ്ലേറ്റുകളും മറ്റ് സാധനങ്ങളും തല്ലിപ്പൊട്ടിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. സംഭവത്തിൽ 4 യുവാക്കളെ ചെറുതുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒരാഴ്ചയായി ദുർബലമായിരുന്ന കാലവർഷം വെള്ളിയാഴ്ചയോടെ സജീവമാകാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. വെള്ളിയാഴ്ച 9 ജില്ലകളിലും ശനിയാഴ്ച 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ആന്ധ്രാ തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ സ്വാധീനമാണ് സംസ്ഥാനത്ത് മഴ സജീവമാകാൻ കാരണം. പടിയൂരിൽ LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട പഞ്ചായത്ത് 11-ാം വാർഡ് മെമ്പർ ശ്രീജിത്ത് മണ്ണായി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രകടനം നടത്തിയത്. പടിയൂരിലെ BJP നേതൃത്വം ശ്രീജിത്തിനെ കൊണ്ട് രാജിവെപ്പിക്കാനുള്ള രാഷ്ട്രീയ ധാർമ്മികത പുലർത്തണമെന്ന് LDF ആവശ്യപ്പെട്ടു. LDF നേതാക്കളായ PA രാമാനന്ദൻ, KC ബിജു, CS സുധൻ, VR രമേശ് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന PR അരവിന്ദാക്ഷൻ നാളെ നഗരസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നത് തടയുമെന്ന് കോൺഗ്രസ് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. നഗരസഭാ അധികൃതർ അരവിന്ദാക്ഷന് നിലവിൽ കൊടുത്ത അവധി തന്നെ നിയമവിരുദ്ധമാണ്. മകളുടെ വിവാഹത്തിൽ മാത്രം പങ്കെടുക്കാൻ ലഭിച്ച ജാമ്യം ഉപയോഗിച്ച് കൌൺസിലിൽ പങ്കെടുത്ത് അയോഗ്യത ഒഴിവാക്കാനാണ് അരവിന്ദാക്ഷന്റെ ശ്രമമെന്ന് കോൺഗ്രസ് ഭാരവാഹികൾ പറയുന്നു. അനധികൃതമായി കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നത് കോടതി അലക്ഷ്യമാണെന്നും നിയമവിരുദ്ധ നടപടി തടയുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു ഇസ്മായിൽ, CH ഹരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓണത്തിന് കുറഞ്ഞ നിരക്കിൽ പൂക്കൾ ലഭ്യമാക്കാൻ വിയൂർ ജില്ലാ ജയിലിൽ പൂകൃഷി തുടങ്ങി. ജയിൽ സൂപ്രണ്ട് K അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് പൂകൃഷി ആരംഭിച്ചത്. ഡോക്ടർ P ഭാനുമതി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വിൽവട്ടം കൃഷി ഓഫീസർ ചിത്ര ഗംഗാധരൻ, അസിസ്റ്റന്റ് സൂപ്രണ്ട് CM രജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു.
നിങ്ങളുടെ ഈ കഴിവുകളെല്ലാം നിങ്ങൾ ഉപയോഗിക്കണം. ഇപ്പം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തടുക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും നിങ്ങളിവിടെ എത്തിപ്പെട്ടത്. പക്ഷേ നിങ്ങൾക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് പുറത്തു പോകണം. പുറത്തു പോകുക എന്ന് പറഞ്ഞ് അത് തിരിച്ചു വരാനല്ല, തിരിച്ചിങ്ങോട്ട് തന്നെ വരാനല്ല, മറിച്ച് പുറത്തു പോയി വളരെ സന്തുഷ്ടമായ അല്ലെങ്കിൽ വളരെ മാതൃകാപരമായ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകണം. ജോലി കഴിഞ്ഞ് മടങ്ങവെ കാണാതായ യുവാവിനെ ആലുവ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എലഞ്ഞിപ്ര പള്ളിയിൽ മോഹനന്റെ മകൻ 22 വയസ്സുള്ള ശരത്തിന്റെ മൃതദേഹമാണ് പുഴയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. എറണാകുളത്ത് ഫോട്ടോഗ്രാഫറായിരുന്നു ശരത്. ശനിയാഴ്ച ജോലി കഴിഞ്ഞ് തിരിച്ചുവന്ന യുവാവ് വീട്ടിലെത്തിയില്ല. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തവെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ വർഷത്തെ APN നമ്പൂതിരി പുരസ്കാരം അജിത് കുമാർ രാജയ്ക്ക് സമ്മാനിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 25,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 25-ന് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. നടനും കാരിക്കേച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർ, റിട്ടയേർഡ് സ്കൂൾ പ്രിൻസിപ്പൽ M. ജയലക്ഷ്മി, ഡോക്ടർ ഗീത ആനല്ലൂർ എന്നിവർ അടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കോർഡിനേറ്റർ സുകുമാരൻ, ചിത്രസൗധം, ഡോക്ടർ ഗീത ആനല്ലൂർ, മധു ആനല്ലൂർ, M. ജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. നേരറിഞ്ഞ് നേർവഴി താണ്ടാൻ, കാഴ്ചയ്ക്കപ്പുറം കണ്ട് മനസ്സ് ശുദ്ധമാക്കാൻ വായനയാണ് മാർഗമെന്ന് വിളിച്ചോതുന്ന കവിതാ ആൽബം വായന ശ്രദ്ധേയമാകുന്നു. വെട്ടമാണുണ്ണി വിളക്കാണു വായന, ജ്ഞാനപ്രകാശം പരത്തും പരമ്പൊരുൾ. രാമവർമ്മപുരം ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം ലൈബ്രറിയൻ രാമകുമാർ പെരിഞ്ചേരി രചിച്ച വായന എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരമാണ് ശ്രദ്ധേയമാകുന്നത്. വായനയെ വിളക്കായും ജ്ഞാനപ്രകാശം പരത്തുന്ന പരമ്പൊരുളായുമുള്ള കവിഭാവന വായനയുടെ ഔന്നത്യം അനുവാചകരെ ഓർമ്മിപ്പിക്കുന്നതാണ്. വേണ്ടുന്നതെന്തെന്നറിയാൻ മറിച്ചുള്ള വേണ്ടാദിനങ്ങൾ അകറ്റി നിർത്തിയിടുവാൻ, മിന്നുന്നതൊക്കെയും പൊന്നായി നിരൂപിച്ച് പാഴ്പങ്കിലങ്ങളെ പുൽകാതിരിക്കുവാൻ. വായനയില്ലെങ്കിൽ അറിവിന്റെ ചക്രവാളത്തെ കൂരിരുൾ മൂടുമെന്ന് പറഞ്ഞു വെക്കുന്നു കൂടിയുണ്ട് ഈ കവിത. വായന എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ സർഗാത്മകതയാണ് നമുക്കെല്ലാവർക്കും അറിയാം. എടുത്തു പറയേണ്ട ഒരു കൊടും വിപത്താണ് ഈ ലഹരി വ്യാപനം. അപ്പോൾ അതിനെതിരായിട്ടും വലിയ ബോധവൽക്കരണം ഈ ഗ്രന്ഥശാല പ്രവർത്തനത്തിലൂടെ ഞങ്ങളിവിടെ നടത്തി വരുന്നുണ്ട്. വായനാശീലം കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും ഈ കവിതയിലൂടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാവ്യ കെ ദാസ് ആലാപനം നിർവഹിച്ച ഈ കവിതാ ആൽബത്തിന്റെ ക്യാമറയും ചിത്രസംയോജനവും നിർവഹിച്ചിരിക്കുന്നത് CR ഗോകുൽ വിനായകാണ്. വായനക്കാർക്ക് പ്രചോദനമേകുന്നതാണ് ഈ കാവ്യാവിഷ്കാരം. വായന ശീലമായി തീർക്ക നാം നാളേക്കൊരസൽ മുതൽ കൂട്ടുവേറെന്തു നിശ്ചയം. TCV ന്യൂസ്, തൃശൂർ. പത്രവായനയിലൂടെ മലയാളം നന്നായി വായിക്കാനും എഴുതാനും മകനെ പഠിക്കുന്നതിനായി അച്ഛനും അമ്മയും ചേർന്ന് നടത്തിയ പരീക്ഷണം ആദ്യഘട്ടം പൂർത്തിയാക്കി. പഴയ രീതിയിൽ ദിനപത്രങ്ങൾ ഉപയോഗിച്ച് പുസ്തകങ്ങൾ പൊതിയുന്നതിലേക്ക് മാറിയാണ് പരീക്ഷണം. പത്രത്തിലെ പ്രാദേശികവും കായികവുമായി ബന്ധപ്പെട്ട ഇഷ്ടമുള്ള വാർത്തകൾ പുസ്തകത്തിന്റെ പുറത്തു കാണുന്ന തരത്തിലാണ് ചട്ടയിടുന്നത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡിയും ഭർത്താവ് ഷാൻഡി ജോസഫ് തട്ടകത്തുമാണ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ അല്ലന്റെ പുസ്തകങ്ങളുടെ ചട്ട മാറ്റി പരീക്ഷിക്കുന്നത്. ഇത് മറ്റു കുട്ടികൾക്ക് പ്രചോദനമാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. പുസ്തകങ്ങളുടെ പുറംചട്ടയിലേക്ക് വെറുതെ നോക്കിയിരുന്നാലും താല്പര്യം തോന്നുന്നത് വായിക്കാൻ ശ്രമിക്കുമെന്നാണ് കരുതുന്നത്. ഇന്ന് നമ്മുടെ മക്കൾ മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ വളരെ പുറകിലായിട്ട് കാണുന്നുണ്ട്. മലയാള ഭാഷ എന്നൊരു കൈകാര്യം ചെയ്യാനും നന്നായിട്ട് വായിക്കുവാനും ഉള്ള കഴിവ് എങ്ങനെ ഇവരെ പ്രാപ്തരാക്കാമെന്ന ചിന്തയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ ആശയം വന്നത്. വാർത്തകളെല്ലാം അവരറിയാതെ തന്നെ അവർ പുസ്തകത്തിൻ്റെ
കവർച്ചട്ടയിൽ നിന്ന് അവർ വായിക്കാനുള്ള ഒരു സാഹചര്യവും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് നമുക്ക് എല്ലാ പിള്ളേർക്കും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. മാതാപിതാക്കളെ താല്പര്യം കാണിച്ചാൽ നമുക്ക് കുട്ടികൾക്ക് പുസ്തകം പൊതിഞ്ഞ് കുട്ടികളെ പത്രങ്ങൾ വായിക്കുവാനും മലയാള ഭാഷ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള രീതിയിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആഴ്ചയിൽ പേപ്പർ മാറ്റി പുസ്തകം പൊതിയുന്നതിനാൽ പുതിയ വാർത്തകളിലേക്ക് ശ്രദ്ധ മാറാനും കാരണമാകും. പുസ്തകം പൊതിയുന്നത് ഏത് തരത്തിലുള്ള പേപ്പറായാലും വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയണമെന്ന് അലൻ പഠിക്കുന്ന സ്നേഹഗിരി ഹോളി ചൈൽഡ് സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലോറൻസിന്റെ ഉപദേശം കേട്ടാണ് ഈ മാറ്റം പരീക്ഷിച്ചത്. വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായ സൗകര്യമാണ് പുസ്തകച്ചട്ടയിലെ മാറ്റത്തിലൂടെ ലക്ഷ്യമിടുന്നത്. TCV ന്യൂസ്, തൃശൂർ. വായനയും എഴുത്തും ജീവവായുവാക്കി സാഹിത്യലോകത്ത് ശ്രദ്ധ നേടുകയാണ് ജ്വല്ലറി ജീവനക്കാരനായ ആൻഡോ കവലക്കാട്ട്. 10ഓളം പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് ഈ തൃശൂർ ഒല്ലൂർ സ്വദേശി. 25 വർഷമായി ജ്വല്ലറി ജീവനക്കാരനായ ആൻഡോ കവലക്കാട്ട് നിലവിൽ തൊടുപുഴ ഷോറൂമിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ജോലി തിരക്കൊന്നും ഇദ്ദേഹത്തിന്റെ സാഹിത്യ രചനകൾക്ക് തടസ്സമാകുന്നില്ല. അതിന് തെളിവാണ് ഇതുവരെയുള്ള രചനകൾ. സ്കൂൾ കാലം മുതലേ എഴുത്തും വായനയും ശീലമാക്കിയ ആൻഡോയുടേതായി ഇതുവരെ 9 പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്. ഇദ്ദേഹത്തിന്റെ രചനകൾ വായിച്ച കുഞ്ഞുണ്ണി മാഷ് എഴുത്ത് തുടരണം എന്ന് പറഞ്ഞയച്ച കത്താണ് പ്രചോദനമായത്. കുട്ടിക്കാലം മുതലേ ഞാൻ എഴുതുമായിരുന്നു. ഒരിക്കലേ കുഞ്ഞുണ്ണി മാഷിന് ഞാൻ കഥകൾ അയച്ചു കൊടുത്തു. അദ്ദേഹം എഴുത്ത് തുടരണമെന്ന് പറഞ്ഞൊരു കാർഡ് വീട്ടിലേക്ക് വന്നു. അതാണ് ഈ എഴുത്ത് തുടരാനുള്ള പ്രചോദനമായത്. ഞാൻ എല്ലാ മേഖലകളിലും എഴുതിയിട്ടുണ്ട്. മൈക്രോ സ്റ്റോറീസും തിരക്കഥയും വിജ്ഞാന ഗ്രന്ഥങ്ങളും നോവലൊക്കെ എഴുതിയിട്ടുണ്ട്. ആദ്യമായി എഴുതിയത് ബാലനോവലാണ്. അത് ഇപ്പോൾ ഇംഗ്ലീഷ് പതിപ്പ് അപർണസ്നാഥ് എഴുതി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിരവധി സാഹിത്യ ക്യാമ്പുകളിൽ പങ്കെടുത്തും വായനയും അനുഭവങ്ങളും നൽകിയ അറിവുമാണ് രചനകൾക്ക് പിൻബലമേകുന്നത്. ജ്വല്ലറി അനുഭവങ്ങളുടെ 3 രചനകൾ ഉൾപ്പെടെ കഥ, ചെറുകഥ, നോവൽ, ബാലസാഹിത്യം തുടങ്ങി 999 എന്ന പേരിൽ ഒരു തിരക്കഥ വരെ എത്തി നിൽക്കുന്നു ഇദ്ദേഹത്തിന്റെ എഴുത്തുകൾ. സാഹിത്യത്തിലെ ഒട്ടുമിക്ക മേഖലകളിലും സാന്നിധ്യമറിയിച്ച ആൻഡോ നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങളും എഴുതിയിട്ടുണ്ട്. ഗോൾഡൻ ബൈബിൾ, പൊന്നറിവ്, ദേവതയും പേടകവും, സ്നേഹം മഞ്ഞുപോലെ, കുട്ടി സ്റ്റോറീസ്, വികാസ് നഗർ, ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്നിവയാണ് കൃതികൾ. എഴുത്ത് തുടരാൻ തന്നെയാണ് തീരുമാനം. എഴുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ 10ാമത്തെ പുസ്തകം ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. കവലക്കാട്ടിൻ്റെ എഴുത്തുകൂട്ടുകൾ എന്നാണ് അതിൻ്റെ പേര്. തിരുവനന്തപുരം കോർപ്പസ് ആണത് പബ്ലിഷ് ചെയ്യുന്നത്. ഭാര്യ ജെസിയും മക്കളായ അലീനയും ഡെലീനയും അടങ്ങുന്ന കുടുംബം മികച്ച പിന്തുണയാണ് ഇദ്ദേഹത്തിന് നൽകുന്നത്. TCV, തൃശൂർ. പുതുതലമുറയെ വായനയുടെ ലോകത്തേക്ക് ആകർഷിക്കുന്നതിനും കളിമുറ്റവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുമെല്ലാം കോർത്തിണക്കി പണിതീർത്ത ചന്ദ്രാപ്പിന്നി ഗ്രാമത്തിലെ പുസ്തകപ്പുരയെന്ന ഗ്രന്ഥശാല ശ്രദ്ധേയമാകുന്നു. ഒരു നാടിനെ മുഴുവൻ അക്ഷരങ്ങളുടെ ലോകത്ത് ചേർത്ത് പിടിക്കുകയാണ് ചന്ദ്രാപ്പന്നി കണ്ണനാങ്കുളം ക്ഷേത്രത്തിനടുത്ത് ആരംഭിച്ച ട്രോപ്പിക്കൽ എഡു ഹബിനോട് ചേർന്ന പുസ്തകപ്പുര. ഈ വായനശാല പ്രവർത്തനം തുടങ്ങി 1 മാസം തികയുന്നതിന് മുൻപേ അംഗത്വമെടുത്തവരുടെ എണ്ണം 40 കവിഞ്ഞു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഭൂരിഭാഗം പേരും ആജീവനാന്ത അംഗങ്ങൾ. നാടിനാകെ അക്ഷരവെളിച്ചം പകരുകയാണ് ഈ പുസ്തകപ്പുര ഇപ്പോൾ. UAE-യിലെ കലാ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവും ചന്ദ്രാപ്പന്നി കണ്ണനാങ്കുളം സ്വദേശിയുമായ സുഭാഷ് ദാസാണ് വായനശാലയുടെ അമരക്കാരൻ. പഠനകാലഘട്ടം മുതൽ പുസ്തകങ്ങളെ പ്രണയിച്ചിരുന്ന സുഭാഷിന്റെ വലിയ ആഗ്രഹമായിരുന്നു നാടിനായി ഒരു വായനശാല സ്വന്തമായി പണികഴിപ്പിക്കണമെന്നത്. വർഷങ്ങൾക്ക് ശേഷം ആ ആഗ്രഹം നിറവേറിയതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് ഈ പ്രവാസി. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പഴയ മൂല്യങ്ങൾ അത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ഒരു ആശ എപ്പോഴൊക്കെയോ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒരു കാലത്ത് ഇവിടെ തന്നെ ഈ മുന്നിലുള്ള ക്ലബിൽ ഒരു വായനശാലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നടന്നു പോയിട്ടില്ല. മനസ്സിൽ കിടക്കുന്ന ഒരു ആശയമാണ് നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു വായനശാല വരികയും എല്ലാവർക്കും ഒന്നിച്ച് ഇരിക്കാവുന്ന ഒരിടം. കുട്ടികളുടെ ഇടങ്ങളെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ അവർക്ക് വന്നിരിക്കാനും കളിക്കാനും വായിക്കാനും വായന എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യം അവരിലേക്ക് എത്തിക്കുക. ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു പുസ്തകം എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്ത് നീ ഇന്നും മുതൽ വായിക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവനത് കഴിഞ്ഞെന്ന് വരില്ലേ. അപ്പോൾ അവൻ്റെ രീതിയിലേക്ക് ആണ് ട്രോപ്പിക്കൽ എഡു ഹബിൻ്റെ ഈ പുസ്തകപ്പുര നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. സ്വകാര്യ വ്യക്തിയുടെ 10 സെന്റ് സ്ഥലം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സുഭാഷ് സ്വന്തമാക്കിയാണ് 1300 ചതുരശ്ര അടിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടം പണിതത്.
കഴിഞ്ഞ മെയ് 19 വായനശാല കവി ആലങ്കോട് ലീലാകൃഷ്ണനും സംവിധായകൻ പ്രിയനന്ദനനും ചേർന്ന് നാടിന് സമർപ്പിച്ചത്. വായനശാലയിലേക്ക് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ എത്തിക്കുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം. ഡിജിറ്റൽ യുഗത്തിൽ കളികളിലൂടെ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് കുട്ടികളെ ആകർഷിക്കുകയാണ് അതിനുള്ള മാർഗമെന്ന് തിരിച്ചറിഞ്ഞതോടെ കളിയുപകരണങ്ങൾ വാങ്ങി. വേനൽ അവധിയിൽ കളികൾക്കൊപ്പം അവർ പുസ്തകങ്ങളെയും കൂട്ടുകാരാക്കി. അവധി ദിവസങ്ങളിൽ പുസ്തക ചർച്ചയും സംവാദവും സെമിനാറുകളുമൊക്കെയായി പുസ്തകപ്പുര ഇപ്പോൾ സജീവമായി കഴിഞ്ഞു. ഒരു ലൈബ്രറി വേണമെന്നുള്ളത് വളരെ കാലമായിട്ട് ഈ ഭാഗത്തുള്ള കുറച്ച് പുസ്തക വായനയിൽ താല്പര്യമുള്ളവർ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. മറ്റൊരു ക്ലബ്ബുമായി സഹകരിച്ച് അത് നടത്തിക്കൊണ്ടു പോകാനാണ് ആദ്യം തീരുമാനിച്ചത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു പ്രവാസി അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി സ്വന്തമായ ഒരു സ്ഥലം എടുക്കുകയും അവിടെ ഒരു കെട്ടിടം പണിത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ ഒരു ലൈബ്രറി തുടങ്ങുവാൻ തീരുമാനിക്കുകയും ഈ കഴിഞ്ഞ മെയ് 19 അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. പുസ്തകപ്പുര സ്ഥിതി ചെയ്യുന്ന ട്രോപ്പിക്കൽ എഡ്യു ഹബിൽ 150ഓളം പേർക്കിരിക്കാവുന്ന ഹാളും ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. മുഴുവൻ സമയ പ്രവർത്തനങ്ങൾക്ക് സേവന തൽപരരായ ഭരണസമിതിയും ഒപ്പമുണ്ട്. ദിവസങ്ങൾ കഴിയുന്തോറും അംഗസംഖ്യ കൂടുന്നുണ്ടെങ്കിലും പ്രായമായവർക്കും മറ്റും പുസ്തകങ്ങൾ എത്തിക്കുന്നതിനായി വീടുകൾ തോറും ക്യാമ്പയിൻ നടത്തി വായനശാലയെ കൂടുതൽ ജനകീയമാക്കാനുള്ള ശ്രമത്തിലാണ് ഭരണസമിതി. TCV ന്യൂസ്, കയ്പമംഗലം. നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന 1/2 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള പുസ്തകവുമായി വായനാ ലോകത്ത് വീണ്ടും അത്ഭുതം സൃഷ്ടിക്കുകയാണ് ഗിന്നസ് സത്താർ ആദൂർ. കഥാസമാഹാരങ്ങളുടെ 1 സെന്റിമീറ്റർ വലിപ്പമുള്ള പുസ്തകം നിർമ്മിച്ച് വേൾഡ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയ സത്താർ ആദൂർ ഈ കുഞ്ഞൻ പുസ്തകത്തിലൂടെ തന്റെ റെക്കോർഡ് തന്നെയാണ് ഭേദിക്കുന്നത്. 1 സെന്റിമീറ്ററിനും 5 സെന്റിമീറ്ററിനും ഇടയിലുള്ള വ്യത്യസ്തമായ 3137 മിനിയേച്ചർ പുസ്തകങ്ങൾ രചിച്ച് 2016 ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് നേടിയ സാഹിത്യകാരനാണ് തൃശൂർ ആദൂർ സ്വദേശിയായ സത്താർ. സാഹിത്യ പ്രവർത്തനം നടത്തി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനും സത്താർ ആദൂരാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകത്തിന്റെ രചയിതാവ് എന്ന ബഹുമതിയും ഇപ്പോഴും സത്താർ ആദൂറിന് സ്വന്തമാണ്. 1/2 സെന്റിമീറ്റർ മാത്രം വീതിയും നീളവും 90 മില്ലിഗ്രാം തൂക്കവുമുള്ള നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ സാധിക്കുന്ന സാൾട്ട് എന്ന കഥാസമാഹാരം പുറത്തിറക്കിയാണ് സത്താർ സ്വന്തം റെക്കോർഡ് മറികടക്കുന്നത്. തലക്കെട്ട് ഉൾപ്പെടെ 12 അക്ഷരങ്ങൾ മാത്രം വരുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ കഥയായി കണക്കാക്കുന്ന സത്താർ ആദൂർ രചിച്ച ഞാനൊരു കടലായിരുന്നുവെന്ന ഉപ്പ് എന്ന കഥ ഐ വാസ് എ സീ സാൾട്ട് എന്ന ഇംഗ്ലീഷിലേക്കും 5 ഇന്ത്യൻ ഭാഷകളിലേക്കും 63 വിദേശ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്ത് 1 പേജിൽ 1 ഭാഷയുള്ള കഥ എന്ന തരത്തിലാണ് പുസ്തകം നിർമ്മിച്ചിരിക്കുന്നത്. 1/2 സെന്റിമീറ്റർ നീളവും 1/2 സെന്റിമീറ്റർ വീതിയും 1/2 സെന്റിമീറ്റർ തിക്നെസ്സുമുള്ള വെറും 90 മില്ലിഗ്രാം മാത്രം തൂക്കം വരുന്ന പുസ്തകമാണ് സാൾട്ട് എന്ന് പറയുന്ന ലോകത്തിലെ നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ പുസ്തകമായ കഥാസമാഹാരം. ഈ പുസ്തകത്തിലോടുകൂടി ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകമാകാൻ ഈ പുസ്തകം തയ്യാറെടുക്കുകയാണ്. USA ലൈബ്രറി ഓഫ് കോൺഗ്രസ്, UK ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറി, ചൈനയിലെ ഷാങ്ഹായ് ലൈബ്രറി, റോമിലെ വത്തിക്കാൻ ലൈബ്രറി തുടങ്ങി ലോകത്തിലെ പ്രശസ്തമായ 35 ലൈബ്രറികളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുക എന്നതാണ് സത്താർ ആദൂരിന്റെ അടുത്ത ലക്ഷ്യം. വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി 2008 മുതൽ കഥകളും കവിതകളും മിനിയേച്ചർ പുസ്തക രൂപത്തിലാക്കി 30,000-ഓളം കോപ്പികൾ സത്താർ ഇതിനോടകം സൗജന്യമായി വിതരണം ചെയ്തിട്ടുണ്ട്. വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് നേട്ടം കൈവരിച്ചവരുടെ സംഘടനയായ ആഗ്രഹിന്റെ സംസ്ഥാന പ്രസിഡന്റും കൂടിയാണ് ഗിന്നസ് സത്താർ ആദൂർ. TCV ന്യൂസ്, എരുമപ്പെട്ടി. 2 വായനാ ദിനങ്ങൾക്കിടയിൽ വായനയുടെ ലോകം തുറന്ന് തൃശൂർ ജില്ലാ ജയിൽ. തടവുകാർക്ക് പുതിയ ലോകത്തേക്ക് മുങ്ങി നിവരാൻ അറിവിന്റെ പുഴ. തൃശൂർ ജില്ലാ ജയിൽ സൂപ്രണ്ടായി K. അനിൽകുമാർ ചുമതലയേൽക്കുമ്പോഴും ജയിലിൽ ലൈബ്രറി ഉണ്ടായിരുന്നു. പേരിനൊരു ലൈബ്രറി. എന്നാൽ മാസങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് ലൈബ്രറിയിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. ലൈബ്രറിയിലെ അക്ഷരങ്ങൾ അടുത്തറിഞ്ഞ തടവുകാരിൽ ഇന്ന് കഥയും കവിതയും എഴുതുന്നവരുണ്ട്. 300-ലേറെയുള്ള തടവുകാരിൽ പുസ്തകങ്ങൾ വായിക്കുന്നവർ ഒട്ടനവധി. വായനയിൽ ആനന്ദം കണ്ടെത്തുന്നവർ ഇനിയൊരിക്കലും കുറ്റകൃത്യങ്ങളുടെ ലോകത്തെത്തില്ലെന്ന ഉറപ്പുണ്ട് സൂപ്രണ്ട് K. അനിൽകുമാറിനെ. വായന മനുഷ്യനെ ശുദ്ധീകരിക്കുമെന്ന തിരിച്ചറിവ് തന്നെയാണ് ഈ ലൈബ്രറിക്ക് പിന്നിൽ. വിവിധ തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെയാണ് ഒരു മനപരിവർത്തനം സാധ്യമാവുക. തടവുകാർക്ക് കയ്യിലുള്ളത് ഏറെ സമയമാണ്. ആ സമയം ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു കറക്ഷണൽ ടൂളാണ് പുസ്തകങ്ങൾ.
വായനയിലൂടെ മനസ്സിനെ വിമലീകരിക്കാൻ സാധിക്കും. വായന മരിക്കുന്നില്ല. പ്രത്യേകിച്ച് ജയിലുകളിൽ വായന പൂക്കുന്ന സ്ഥലമാണ്, വായന ആശ്രയമായ സ്ഥലമാണ്. ജയിൽ ലൈബ്രറിയെക്കുറിച്ചറിഞ്ഞ നിരവധി പേരാണ് ഇവിടേക്ക് പുസ്തകങ്ങൾ സമ്മാനമായി നൽകിയത്. കേരള സാഹിത്യ അക്കാദമിയും പുസ്തകങ്ങൾ കൈമാറി. തടവുകാരുടെ രചനകൾ ഉൾപ്പെടുത്തിയ ചെറു പുസ്തകവും ഇതിനിടെ പുറത്തിറങ്ങി. ചുവരുകളും സംസാരിക്കുമെന്ന പേരിൽ തടവറയിൽ അറിവിന്റെ പുഴയിൽ മുങ്ങി നിവർന്ന് മാനസാന്തരപ്പെടുന്നവരുടെ കഥ പറഞ്ഞാണ് ഈ വായനാ ദിനം കടന്നുപോകുന്നത്. TCV തൃശൂർ. വടക്കാഞ്ചേരി അമ്പലപുരം ദേശവിദ്യാലയം UP സ്കൂളിലെ അടുക്കള കം സ്റ്റോർ റൂം കെട്ടിടം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ TN ലളിത അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുജിത് ഗോപിനാഥ്, പ്രധാനാധ്യാപിക KN സതീദേവി, PTA പ്രസിഡന്റ് KK ശിഖ, K റിയാസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ വെസ്റ്റ് ഉപജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിന്നും മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾക്കും 100% വിജയം നേടിയ വിദ്യാലയങ്ങൾക്കുമുള്ള ആദരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജിമ്മി ചൂണ്ടൽ അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് ജയരാജ് വാര്യർ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ VN സുജിത്, ലീന, അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PS ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ഇന്റർ പോളി കലോത്സവത്തിന് കുന്നംകുളത്ത് തുടക്കമായി. പോളിടെക്നിക്കുകളിൽ നിന്നായി 2500-ലധികം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. 5 വേദികളിലായി നടക്കുന്ന മത്സരങ്ങൾ മറ്റന്നാൾ സമാപിക്കും. പ്രായം 2 വയസ്സും 5 മാസവും. ആഷ്ലി വിൻ പിടിച്ചു കയറിയത് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക്. Magi. This one. Buddha. This one. Karab. This one. Biden. This one. Tata. ന്യൂഡൽഹിയിൽ താമസക്കാരായ കൊടുങ്ങല്ലൂരിലെ ശ്രീനാരായണപുരം പത്താഴക്കാട് സ്വദേശി ചാണാടിക്കൽ വിനീതിന്റെയും ആതിര ഉണ്ണിയുടെയും മകൻ ആഷ്ലി വിൻ 1 വയസ്സും 9 മാസവും പ്രായമുള്ളപ്പോഴാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. ഇപ്പൊ അവൻ 35ഓളം ഫ്ലാഗ് ഐഡന്റിഫൈ ചെയ്യും, പിന്നെ 15 കാർ ലോഗോസ്, 21 ഫേമസ് പേഴ്സണാലിറ്റി അവരൊക്കെ അവൻ ഐഡന്റിഫൈ ചെയ്യും. ആഷ്ലിയുടെ ആന്റിയാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ നമ്മള് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അവിടെ നിന്ന് നമ്മൾ അവനെ സെലക്ട് ആയെന്നുള്ള മെയിലും കാര്യങ്ങളൊക്കെ വന്നു. ഒരുപാട് സന്തോഷം. 9 പ്രശസ്ത വ്യക്തികളുടെ പേരും അവരുടെ പദവിയും കൃത്യമായി പറഞ്ഞ ഈ മിടുക്കൻ മറ്റ് നിരവധി ചോദ്യങ്ങൾക്കും മറുപടി നൽകിയാണ് ആദ്യ റെക്കോർഡ് കരസ്ഥമാക്കിയത്. Bhutan, this one. Germany, this one. Iraq, this one. Zimbabwe, good boy. This one. France, this one. Egypt, this one. Poland, this one. 35 രാജ്യങ്ങളുടെ ദേശീയ പതാക പരിചയപ്പെടുത്തൽ, ലോഗോ കണ്ട് 15 കാറുകളുടെ പേര് പറയൽ, പ്രമുഖ വ്യക്തികളെ പരിചയപ്പെടുത്തൽ, പൊതുവിജ്ഞാനങ്ങൾക്ക് ഉത്തരം എന്നിവയിലൂടെയാണ് ആഷ്ലി വിൻ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. ഒരിക്കൽ യാത്രക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം കണ്ട് മനസ്സിലാക്കി പേര് വിളിച്ചു പറഞ്ഞതു മുതലാണ് വീട്ടുകാർ കുട്ടിയുടെ പ്രത്യേക കഴിവ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. TCV കൊടുങ്ങല്ലൂർ. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായി മുരിയാട് പഞ്ചായത്തും സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കിലയും ധാരണയിലെത്തി. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കർമ്മ പദ്ധതി തയ്യാറാക്കുന്ന ജില്ലയിലെ പ്രഥമ പഞ്ചായത്താകും മുരിയാട്. കിലയുടെ സഹകരണത്തോടെ വാർഡ് തോറും ഡാറ്റാ ശേഖരണം നടത്തി കാലാവസ്ഥാ വ്യതിയാനം മുരിയാട് പഞ്ചായത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതങ്ങൾ പഠിക്കും. പദ്ധതിയുടെ പ്രാഥമിക യോഗത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കില പ്രതിനിധികളായ ഡോക്ടർ S ശ്രീകുമാർ, ഡോക്ടർ മോനിഷ ജോസ്, ഡോക്ടർ രാജ്കുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി സമരം ചെയ്തു. കഴിഞ്ഞ വർഷം വിതരണം ചെയ്ത യൂണിഫോമിലെ ക്രമക്കേട് അന്വേഷിക്കുക, വർദ്ധിപ്പിച്ച വിദ്യാർത്ഥികളുടെ മെസ് ഫീസ് പിൻവലിക്കുക തുടങ്ങി 20ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്.
വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികൾ രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാറിന് മുൻപാകെ നിവേദനം നൽകി. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ 21-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് യൂണിയൻ ഭാരവാഹികളായ ബി അമൽജിത്ത്, ശ്രീലക്ഷ്മി പ്രദീപ് എന്നിവർ അറിയിച്ചു. വിദ്യാർത്ഥികൾ തന്ന നിവേദനം ഭരണസമിതിയിൽ ചർച്ച ചെയ്ത് നടപ്പിലാക്കുമെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ പറഞ്ഞു. വടക്കാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവവും നിർമ്മാണം പൂർത്തീകരിച്ച ചുറ്റുമതിലിന്റെ ഉദ്ഘാടനവും സേവ്യർ ചുറ്റലപ്പള്ളി MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സുനിത ജോൺ, നഗരസഭാ കൌൺസിലർ AD അജി, CC ജയപ്രഭ, PTA പ്രസിഡന്റ് CR നിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളെ ആദരിക്കും. മുൻ അധ്യാപകർ തുടങ്ങിയവർ നൽകുന്ന ആദ്യമായി പ്രാർത്ഥന. യോഗ അസോസിയേഷൻ ഓഫ് തൃശൂരിന്റെയും തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 10ാമത് അന്തർദേശീയ യോഗാ ദിനാചരണം വെള്ളിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വെള്ളിയാഴ്ച തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന യോഗാ ദിനാചരണം ചലച്ചിത്ര താരം സംയുക്ത വർമ്മ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന യോഗ പ്രദർശനത്തിൽ ജില്ലയിലെ 16 സ്കൂളുകളിൽ നിന്നും മറ്റ് യോഗാ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള 500ഓളം പേർ പങ്കെടുക്കും. തൃശൂർ യോഗ അസോസിയേഷൻ സെക്രട്ടറി MV പ്രശാന്ത്, അശോകൻ പന്തല്ലൂർ, PB രമാദേവി, K ബാബുകുമാരൻ, ബിനീത പ്രദീപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ വാരത്തിന്റെ ഉദ്ഘാടനം സാഹിത്യ അക്കാദമി മുൻ പബ്ലിക്കേഷൻ ഓഫീസർ ED ഡേവിസ് നിർവഹിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ആഗ്നസ് അധ്യക്ഷത വഹിച്ചു. അവധിക്കാല അനുഭവങ്ങൾ കോർത്തിണക്കി തയ്യാറാക്കിയ പതിപ്പുകൾ യോഗത്തിൽ പ്രകാശനം ചെയ്തു. ചണ്ടാല ഭിക്ഷുകി കവിതയുടെ ദൃശ്യാവിഷ്കാരവും ഐ ലവ് തൃശൂർ എന്ന ആശയം ഉൾക്കൊണ്ടുള്ള വഞ്ചിപ്പാട്ട് തുടങ്ങിയവ അരങ്ങേറി. സിസ്റ്റർ സോജി മരിയ, അധ്യാപികമാരായ അനിത തോമസ്, ബോബി ജെ തട്ടിൽ, ജോജി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കർഷകർക്ക് തലവേദനയായി സിംഗപ്പൂർ ഡെയ്സി എന്ന അധിനിവേശ സസ്യം. കാഴ്ചയിൽ മനോഹരമെങ്കിലും കാർഷിക മേഖലയ്ക്ക് കടുത്ത ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഈ ചെടി. സൂര്യകാന്തി പൂക്കളുടെ ചെറുരൂപത്തിലുള്ള മഞ്ഞപ്പൂക്കളാണ് സിംഗപ്പൂർ ഡെയ്സിയിൽ വിരിയുന്നത്. കമ്മൽപ്പൂ, തീരകാന്തി എന്നീ പേരുകളിൽ നാട്ടിൻപുറത്ത് അറിയപ്പെടുന്ന ചെടിയുടെ ശാസ്ത്രീയ നാമം സ്വാഗ്നെറ്റിക്കോല ട്രിലോബാറ്റ എന്നാണ്. ഓരോ വർഷം കഴിയുന്തോറും കൃഷിയിടങ്ങളിലേക്ക് അതിവേഗം വ്യാപിക്കുന്ന ഇവ കർഷകർക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ്. മധ്യ അമേരിക്കയിലെ മെക്സിക്കോ ജന്മദേശമായിട്ടുള്ള ഈ ചെടി ആദ്യമൊക്കെ അലങ്കാര ചെടിയായി അറിയപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ കർഷകരെ വലയ്ക്കുന്ന കളകളിൽ പ്രധാനപ്പെട്ടവയിലൊന്നായി മാറിക്കഴിഞ്ഞു. കൃഷിയിടങ്ങളിലും വഴിയോരത്തും തോട്ടുവക്കിലും പുഴയിറമ്പിലുമെല്ലാം കൂട്ടമായി കാണപ്പെടുന്ന ചെടി 30 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരും. വെട്ടി നീക്കിയാലും ഇവ അതിവേഗത്തിൽ വീണ്ടും കിളിർത്തു വരുന്നവയാണ്. ഇവയുടെ കടുംമഞ്ഞ നിറത്തിലുള്ള പൂവുകൾ 3 തൊട്ട് 15 സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള തണ്ടിലാണ് ഉണ്ടാവുന്നത്. പുതിയ ചെടികൾ തണ്ടിൽ നിന്നാണ് പൊട്ടിമുളയ്ക്കുന്നത്. മരങ്ങളിൽ 70 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ പടർന്നു കയറുന്ന ഈ ചെടികൾ മറ്റ് ചെറുചെടികൾക്ക് മുകളിലൂടെയും പടർന്നു പിടിച്ച് വളരുന്നുണ്ട്. മണ്ണിലെ വളം വലിച്ചെടുക്കുന്ന ഇവ മണ്ണിലേക്ക് സൂര്യപ്രകാശം എത്താത്ത വിധത്തിലാണ് ഈർപ്പമുള്ള സ്ഥലത്ത് തഴച്ചു വളരുന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ സിംഗപ്പൂർ ഡെയ്സി ചെടികളെ ലോകത്തെ മോശം ചെടികളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. TCV കൊടകര. ഊരകം ALP സ്കൂളിൽ തളിർ ബാലജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് മെമ്പർ K കൃഷ്ണകുമാർ വായനാചരണം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഇൻചാർജ് ദേവസേന അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി സുചിത്ര V പ്രഭു, കലീഷ്, KB പ്രമോദ്, PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാംപുറം, പ്രധാന അധ്യാപിക ഗിൽസ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണം സാഹിത്യകാരി മിനി നായർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ഗിരിജ കുട്ടികൾക്ക് സന്ദേശം നൽകി. അധ്യാപികമാരായ ജ്യോതി, ജീന, വിപിന എന്നിവർ നേതൃത്വം നൽകി. ഈ ഭൂമിയിലും ഇവിടുത്തെ
വിഭവങ്ങളിലും അവകാശമുണ്ടെന്ന് സമർത്ഥിക്കുകയാണ് ഈ കഥയിലൂടെ ബഷീർ ചെയ്യുന്നത്. ഏറ്റവും വൃത്തി വെടുപ്പെഴുന്നോൾ കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കിലും കാക്കണം സ്വാതന്ത്ര്യമെന്നറിവോൾ. സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന സേഫ് കേരള ഇൻസ്പെക്ഷൻ പദ്ധതിയുടെ ഭാഗമായി എടത്തിരുത്തി പഞ്ചായത്തിലെ തട്ടുകടകൾ ഉൾപ്പെടെയുള്ള ഭക്ഷണശാലകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി. പരിശോധനയിൽ ലൈസൻസ് ഇല്ലാത്ത 3 കുടിവെള്ള പരിശോധന ഫലമില്ലാത്തതും ശുചിത്വമില്ലാത്തതുമായ 5 വീതം ഭക്ഷണശാലകളും കണ്ടെത്തി. ഹെൽത്ത് കാർഡില്ലാത്ത 3 പേരെയും പരിശോധനയിൽ കണ്ടെത്തി. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ CS അനീഷ്, MB ബിനോയ്, R കൃഷ്ണകുമാർ, VM ലിനി തുടങ്ങിയവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ചന്ദ്രാപിന്നി സ്വദേശി ഫുജൈറയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ചന്ദ്രാപിന്നി ചിറക്കൽ പള്ളിക്ക് സമീപം പുത്തൂർ പറമ്പിൽ അബ്ദുൾ മജീദ് മകൻ ഷെലീഫാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. CPI നേതാവും കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർമാനുമായിരുന്ന PA ഗോപിയുടെ 5ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPI പുല്ലൂറ്റ് സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാപ്പാറയിലുള്ള വസതിയിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PP സുഭാഷ്, CC വിപിൻ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സമൂഹത്തിനാകെ പുതിയ തലമുറയ്ക്കാകെ മാതൃകയാണ്. നമുക്കറിയാം, ദീർഘകാലം 1979 കൊടുങ്ങല്ലൂർ നഗരസഭ രൂപീകൃതമായ കാലം മുതൽ ഏതാണ്ട് നീണ്ടകാലം അദ്ദേഹം ഇനി തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ കാലയളവ് വരെ ജനം തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ്. മുനിസിപ്പൽ കൗൺസിലറിലേക്ക് കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് അദ്ദേഹം. 33 വർഷങ്ങൾക്കിപ്പുറം സഹപാഠികൾ കണ്ടുമുട്ടിയപ്പോൾ പഠിപ്പിച്ച അധ്യാപകർക്കും അതൊരു വേറിട്ട അനുഭവമായി. തൃപ്പൂണിത്തറ RLV സംഗീത കോളേജ് 1987-91 ബാച്ചിന്റെ പൂർണ്ണസ്മൃതി സ്നേഹം കൂട്ടായ്മയാണ് വീണ്ടും ഒത്തുകൂടിയത്. പ്രൊഫസർ R രാജലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ കോളേജ് ഹാളിൽ ചേർന്ന സ്നേഹം കൂട്ടായ്മ പ്രൊഫസർ പൊൻകുന്നം രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ തങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ പൊന്നാടയണിയിച്ച് ആദരിച്ചതോടൊപ്പം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ അധ്യാപകരെയും സഹപാഠികളെയും അനുസ്മരിച്ചു. ഗാനഭൂഷണം രജനി രാജൻ, തളിപ്പറമ്പ് ബാബുരാജ്, രത്നകുമാർ, ചേർത്തല CD രാജേന്ദ്രൻ, മായ തൃപ്പൂണിത്തുറ, തുറവൂർ സുശീലൻ എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും പിന്നണി ഗായികയുമായ മിൻമിനിയുടെ സാന്നിധ്യവും സ്വരമാധുര്യവും സദസ്സിനെ ധന്യമാക്കി. വായനാ ദിനത്തിൽ പോലീസ് സ്റ്റേഷനിലെത്തിയ പരാതിക്കാർക്ക് പുസ്തകം വായിക്കാൻ നൽകി വായനാ ദിനം അന്വർത്ഥമാക്കി അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ. ബുധനാഴ്ച പരാതി നൽകാൻ ഊഴം കാത്തിരിക്കുന്നവർക്ക് പോലീസ് സ്വന്തം വായനാശാലയിലെ പുസ്തകങ്ങൾ വായിക്കാൻ നൽകി. വർഷങ്ങൾക്ക് മുമ്പ് SI ആയിരുന്ന പ്രേമാനന്ദകൃഷ്ണൻ സജ്ജീകരിച്ചതായിരുന്നു ഈ വായനായിടം. 1000ഓളം പുസ്തകങ്ങളാൽ സമ്പന്നമായിരുന്നു വായനാശാല. തുടക്കത്തിൽ ഈ വായനാ സൗഹൃദത്തിന് വിദ്യാർത്ഥി പിന്തുണയും ജനപിന്തുണയും ലഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായി രജിസ്റ്റർ പുസ്തകം ഒരുക്കി കുറ്റമറ്റ രീതിയിലായിരുന്നു പ്രവർത്തനം. പിന്നീട് മാറി വന്ന ഉദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കാതായതോടെ വായനാ സൗഹൃദത്തിന് മങ്ങലേറ്റു. SHO വിനീഷ്, SI K ഷിജു എന്നിവരുടെ നേതൃത്വത്തിൽ വായനശാലയ്ക്ക് പുനർജന്മം നൽകാനുള്ള ശ്രമത്തിലാണ് അന്തിക്കാട് പോലീസ്. മികച്ച വായനക്കാരെ ആദരിക്കുക വഴി എഴുത്തുകാരും അവരുടെ പുസ്തകങ്ങളുമാണ് ആദരിക്കപ്പെടുന്നതെന്ന് പ്രശസ്ത നോവലിസ്റ്റ് ലിസി പറഞ്ഞു. വായനാ ദിനത്തിൽ മികച്ച വായനക്കാരിയായ കൗമുദി അരവിന്ദനെ ആദരിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. അന്തരിച്ച പ്രശസ്ത സംവിധായകൻ അരവിന്ദന്റെ സഹധർമ്മിണിയാണ് കൗമുദി. അയന്തൂൾ ചുങ്കത്തെ വീട്ടിൽ നടന്ന ആദരണ ചടങ്ങിൽ പുസ്തകപുര ചെയർമാൻ ഡോക്ടർ NR ഗ്രാമപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാഭവൻ പ്രിൻസിപ്പാൾ ഡോക്ടർ V ബിന്ദു, അഡ്വക്കേറ്റ് C മോഹനചന്ദ്രൻ, ഡോക്ടർ ബീന KR, രത്നവല്ലി തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ രാത്രിയിലും അല്ലെങ്കിൽ ഏകാന്തമായിട്ടിരുന്നിട്ട് എഴുതി അതിൽ പുസ്തക രൂപത്തിൽ സാധകരാക്കിയാൽ പോലും അല്ലെങ്കിൽ പുസ്തക പ്രകാശനം നടന്നാലും പുസ്തകം പൂർത്തിയാക്കും. അത് വായനക്കാർക്ക് അത് അവരുടെ സ്വന്തം അനുഭവങ്ങളോട് ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് പുസ്തകം പൂർത്തിയാകുന്നത്. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിലെ വായനാ ദിനാചരണം സാഹിത്യകാരൻ ഉണ്ണികൃഷ്ണൻ പുലരി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CS സിരിൻസൺ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക PV ഷൈനി, വാർഡ് മെമ്പർ അനിത ശശി, MPTA വൈസ് പ്രസിഡന്റ് അമല അശോക് എന്നിവർ സംസാരിച്ചു.
വെങ്കിടങ് GM-LP സ്കൂളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ ഗ്രാമപത്രം തയ്യാറാക്കി. വെങ്കിടങ് പഞ്ചായത്ത് അംഗം വിമല NK ഗ്രാമപത്രം പ്രകാശനം ചെയ്തു. പ്രധാനാധ്യാപിക JC KK അധ്യക്ഷത വഹിച്ചു. ആൻജോ പോൾ, CJ സ്നേഹ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ നിർമ്മിച്ച പോസ്റ്റർ, പ്ലക്കാർഡ് എന്നിവയുമായി റാലി നടത്തി. അപ്പോൾ നമ്മളുടെ വീട്ടിലെ രക്ഷിതാക്കളടക്കം ഒരു വായനാശീലം വളർത്തിയെടുക്കും. പാവറട്ടി ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വായനാദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. എഴുത്തുകാരൻ മഹിപാൽ MV വായനാ വാരാചരണം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ TK സുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപിക സിസ്റ്റർ ഷീൻ തെരാസ്, PTA പ്രസിഡന്റ് KD ജോസ്, P റൈസി തുടങ്ങിയവർ സംസാരിച്ചു. ആളൂർ രാജശ്രീ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ഡോക്ടർ പദ്ധതിക്ക് തുടക്കമായി. വിദ്യാർത്ഥികൾക്ക് പ്രഥമ ശുശ്രൂഷ ലഭ്യമാക്കാനും ആരോഗ്യ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകാനും ലക്ഷ്യമിട്ടാണ് വിദ്യാലയത്തിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതി പ്രകാരം പരിശീലനം നേടുന്ന കുട്ടി 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ ചുമതല നിർവഹിക്കും. ആളൂർ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ഈവ്സ് കാതറിൻ പ്രാഥമിക ശുശ്രൂഷ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ സുബ്രഹ്മണ്യൻ, അധ്യാപകരായ പ്രശാന്ത് P രാജൻ, നിമ്മി ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ മാസാചരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സ്കൂൾ തല ഉദ്ഘാടനവും കവി വർഗീസ് ആന്റണി നിർവഹിച്ചു. വിദ്യാർത്ഥി പ്രതിനിധി PN നിഖില വായന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. 9ാം ക്ലാസ് കേരള പാഠാവലിയിലെ ആദ്യ പാഠവിഭാഗം മഹാകവി കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയുടെ നൃത്താവിഷ്കാരം. 7ാം ക്ലാസ്സിലെ ദേവപ്രഭ S നായർ, ചൈത്ര S കൃഷ്ണ, നവൽ കിഷൻ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് AM ജോൺസൺ അധ്യക്ഷത വഹിച്ചു. മുരിയാട് പഞ്ചായത്ത് അംഗം K വൃന്ദകുമാരി, പ്രധാനാധ്യാപകൻ T അനിൽകുമാർ, ലൈബ്രറി ഇൻചാർജ് G ബിന്ദുക്കുട്ടി, മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ, പ്രിൻസിപ്പാൾ KP ലിയോ എന്നിവർ സംസാരിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PN പണിക്കർ അനുസ്മരണവും വായനോത്സവവും നടന്നു. എഴുത്തുകാരൻ സത്താർ ആദൂർ സ്കൂൾ വായനക്കളരിയും പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന വായനാ വാരാഘോഷ പ്രവർത്തനങ്ങളും ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ഫാദർ സേവി പുത്തിരി വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് NJ ജെയിംസ് ലൈബ്രറി കാറ്റലോഗ് നവീകരണ പദ്ധതി ഉദ്ഘാടനവും നിർവഹിച്ചു. വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പിറന്നാൾ മധുരമായി ഒരു പുസ്തകം എന്ന പദ്ധതി വിദ്യാർത്ഥി പ്രതിനിധികൾ PTA പ്രസിഡന്റ് ജിൻ വർഗീസിന് പുസ്തകം കൈമാറിക്കൊണ്ട് തുടക്കം കുറിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6605, പവന് 52,840. വെള്ളി ഗ്രാമിന് 95, പ്ലാറ്റിനം ഗ്രാമിന് 3498 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങി ചേലക്കര നിയമസഭാ മണ്ഡലം. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി മുന്നണികളിൽ ചർച്ച സജീവം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പരാജയം സംബന്ധിച്ച് KPCC ഉപസമിതിയുടെ റിപ്പോർട്ട് നാളെ ചേരുന്ന KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചർച്ച ചെയ്തേക്കും. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ കീർത്തിയെ സ്ഥലം മാറ്റി. പുതിയ ഡയറക്ടറായി സുനിൽകുമാറിനെ നിയമിച്ചു. മൃഗശാലയിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയ പക്ഷികൾ കൂട്ടത്തോടെ ചത്തത് വിവാദമായിരുന്നു. ജമ്മു കാശ്മീർ പരാമർശ വിഷയത്തിൽ അരുന്ധതി റോയ്ക്കെതിരെ UAPA ചുമത്തിയ കേന്ദ്ര നിയമ നടപടി ആധാരരഹിതമാണെന്ന് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ. എഴുത്തും വായനയും ഒരുപോലെ വെല്ലുവിളിയും പ്രതിസന്ധിയും നേരിടുന്ന കാലഘട്ടമാണിതെന്നും സച്ചിദാനന്ദൻ. കൊടകര ചിറക്കഴ പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. 80 വർഷത്തിലേറെ പഴക്കമുള്ള പാലം ദുർബലാവസ്ഥയിലായിട്ടും പുനർനിർമ്മാണ നടപടികൾ വൈകുന്നു. വാണിയമ്പാറ പെരുന്തുപ്പയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാന ഇറങ്ങാതിരിക്കാൻ സ്ഥാപിച്ച ഫെൻസിംഗ് ഫലപ്രദമല്ലെന്ന് പ്രദേശവാസികൾ. പാലപ്പള്ളി മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. 2 സ്ഥലത്തായി 12 ആനകളാണ് ഇറങ്ങിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.